is a pan-India story, no? It's a pan-India story. കേരള സ്റ്റോറി അഥവാ കേരളത്തിന്റെ കഥ, അതാണല്ലോ അതിന്റെ മലയാളത്തിൽ അർത്ഥം. കേരളത്തിന്റെ കഥ എന്ന പേരിൽ ഒരു ഫിലിം എടുത്തിട്ട് അതിന്റെ പ്രൊമോഷനാണ്. കേരളത്തിലല്ലോ, പാലക്കാടോ മലപ്പുറത്തോ അല്ലെ കോഴിക്കോടോ അല്ല, ഡൽഹിയിൽ വെച്ചിട്ട്. കാരണം കേരളവുമായി യാതൊരുവിധ ബന്ധം കേരളത്തിന്റെ കഥ എന്ന സംഗീത സിനിമയ്ക്കില്ല. എന്നിട്ട് വിറ്റതൊന്നുമല്ല, പുറകിൽ 37 സ്ത്രീകൾ അങ്ങനെ വരിവരിയായിട്ട് ഇരുത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ കഥയിൽ, കേരളത്തിന്റെ കഥയുടെ ഫിലിമിന്റെ പ്രൊമോഷനിൽ. അങ്ങനെ പത്രക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിൽ ഏതാണ് കേരളത്തിലുള്ള പെൺകുട്ടികൾ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഹിന്ദി വാല, കേരളം മാലു നെഹിബായ് എന്നാണ് പറയുന്നത്, മലയാളം മാലു നെഹിബായ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് കേരള സ്റ്റോറി എന്ന് വരുന്നത്? 32,000 സ്ത്രീകൾ അന്ന് അവിടുന്ന് പോയില്ല. 32 3 കണക്ക്. സുപ്രീം കോടതി വരെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഇവരല്ലല്ലോ, ലവ് ജിഹാദ് ഉണ്ട്, നിയമസഭയിൽ അന്ന് തർക്ക വിതർക്കങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പം അതിനെക്കുറിച്ച് അതിന്റെ പ്രൂഫ് എവിടെയാണ് തർക്കം ഉണ്ടായതെന്ന് വെച്ചപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്ത് അടിച്ചു നോക്കുന്നൊക്കെയാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും പറയുന്നത്. അങ്ങനെ അവസാനം ഇവർ പെട്ട് കേരള സ്റ്റോറിയിൽ നിന്ന് എന്തുകൊണ്ട് ഇതിന് പേരിട്ടു? മലയാളി പെൺകുട്ടികളില്ല, കേരളത്തിലുമായി യാതൊരു ബന്ധമില്ല. ഇത് കേരള സ്റ്റോറിയിൽ ഇത് പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്. ആരാ പറയുന്നത്? ഡയറക്ടറാണ് പറയുന്നത്. അപ്പൊ ഇതിപ്പോ പാൻ ഇന്ത്യൻ ആയി. പിന്നെ എന്ത് റമദാൻ മാസമാണ്, പിന്നെ എന്ത് തേങ്ങക്കാടാ നിങ്ങളിത് ഈ കേരള സ്റ്റോറി, കേരളത്തിന്റെ കഥ എന്ന് പേരിട്ടത്? പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്, പക്ഷേ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മാസ്ക് ഇട്ടിട്ട് മുഖമൊക്കെ കൂടെ മൂടിക്കെട്ടി. കാരണം മാസ്ക് ഇട്ട് മുഖം മൂടി കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളുടെ അയൽവാസികളായ നാട്ടുകാർ ഇവർ തിരിച്ചറിയുമ്പോൾ ഇത് ലവ് ജിഹാദിൽ വന്ന പെൺകുട്ടികളല്ല, ഇതിന്റെ കൊച്ചേട്ടന്റെ മോളാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ രാമേട്ടന്റെ മോളാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് അയൽവാസികൾ അറിയും. അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക സ്ത്രീകളും മാസ്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കി. ഉത്തരം മുട്ടിയ കൊന്നനം കുത്ത എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവസാനം പത്രപ്രവർത്തകരുടെ ഓരോ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാനായിട്ട് ദേ പായുന്ന രംഗാണ് ഈ കാണുന്നത്. കില്ലുള്ള നാടക നടിമാരെയും പിടിച്ച് വലിച്ചിറങ്ങി ഓടി ഇറങ്ങി ഓടിക്കും. ഇതുപോലെ കേരളത്തിൽ നിന്ന് നിങ്ങളുടെ പ്രൊപ്പഗണ്ടയും ഓടിക്കും ഞങ്ങൾ മലയാളികൾ. എൻ്റെ പൊന്നു സംഖ്യകളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മലയാളികളായ സംഖ്യകളെ, നമ്മുടെ നാട് കേരളം എന്ന് പറഞ്ഞാൽ ഒരുമയുടെയും ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും നാടാണ്. ഈ കേരളത്തെ അറിയാത്ത ഉത്തരേന്ത്യക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ മുന്നിലും അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ ശ്രമം. കേരളത്തെ അപമാനിക്കുക. ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ യശസ് ഉയർത്തി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. വിദ്യാഭ്യാസം കൊണ്ടും സാക്ഷരത കൊണ്ടും എഡ്യൂക്കേഷൻ ആണെങ്കിൽ സ്കൂളുകളും മറ്റുള്ള കോളേജുകളുമായിട്ട് എങ്ങനെ നോക്കിയാലും കേരളത്തിനെ കവിച്ചു വെക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ. ഇവിടെ ഇപ്പം ഞങ്ങൾ സൗദി അറേബ്യയിൽ, ഇവിടെ സൗദികൾ അറബികളൊക്കെ നാട്ടിലെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലാണെന്ന് പറയും. ഇന്ത്യയിൽ എവിടെ വെച്ചാൽ കേരളം എന്ന് പറഞ്ഞാൽ കേരള നമ്പർ 1 എന്ന് പറയും. അങ്ങനത്തെ ആ നമ്പർ 1 കേരളത്തെയാണ് ഇവർ ഇത്ര മോശമായി ചിത്രീകരിക്കുന്നത്. ആ നമ്പർ 1 കേരള എന്ന് പറയുന്ന അറബികളുടെയും അനറബികളുടെയും കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലുള്ള ആളുകളുടെയും മുമ്പിൽ കേരളക്കാർ വളരെ മോശപ്പെട്ടവരാണ് എന്ന് ചിത്രീകരിക്കുകയാണ് ഇവർ. എടോ, നമ്മൾ കൊറോണ വന്നു, വെള്ളപ്പൊക്കം വന്നു, ഈ സമയത്തൊക്കെ നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അമ്പലങ്ങളിലാണ് കഴിഞ്ഞിരുന്നത്, ഹൈന്ദവരായിട്ടുള്ള ആളുകൾ മസ്ജിദുകളിലാണ് അഭയം പ്രാപിച്ചിരുന്നത്. നമ്മൾ ഒരുമയോട് നീങ്ങിയിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളും. അതുകൊണ്ട് ഈ കേരള സ്റ്റോറി എന്ന ഈ ബീഫിന്റെ പ്രതിസന്ധി, സംഖ്യയെ നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. ഈ സംഘപരിവാറിന്റെ പ്രൊപ്പഗണ്ടയെ അതും നമ്മൾ മറികടക്കും. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, റിമൂവ് ചെയ്ത് ഓടാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിമൂവ് ചെയ്ത് ഓട് നിങ്ങളുടെ ടീസറും നിങ്ങളുടെ പൂനാറ്റിലെ ഫിലിമും.